1992 പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് പുതിയ ഒരു രാഷ്ട്രീയം ചെയ്തു വരുന്നത് കാണുന്ന ആളാണ്. അത് കേവലം അതുവരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാഠങ്ങളിൽ മാത്രം കൈക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി മുതിർന്നു കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴുണ്ടാകാവുന്ന ഇപ്പോൾ ബൂർഷ്വാസിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു നിശ്ചിതമായ പാഠങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി എങ്ങനെയാണ് ഫാസിസ്റ്റ് ഭരണകൂടം ഉയർന്നു വരുന്നത് എന്നതുകൂടി നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം മാറുകയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് 2015 അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളിൽ വരുന്ന മാറ്റം അങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കാരണം കോൺഗ്രസിനെ പൂർണ്ണമായി അകറ്റി നിർത്തുക, അല്ലെങ്കിൽ കോൺഗ്രസിനോട് യാതൊരു വിധത്തിലുള്ള ബന്ധവും പാടില്ല എന്ന നിലപാട് എടുത്തുകൊണ്ടിരുന്ന കേരള ഘടകത്തെ, അല്ലെങ്കിൽ ബംഗാൾ ഘടകത്തെ ഒക്കെ തന്നെ, ബംഗാൾ ഘടകത്തിൽ നിന്ന് തീർച്ചയായിട്ടും അതിന് അനുകൂലമായ ചില നിർദ്ദേശങ്ങൾ കൂടി, അല്ലെങ്കിൽ ചില പിന്തുണ കൂടി അദ്ദേഹത്തിന് ആ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കേരള ഘടകത്തിന്റെ നിലപാട് പലപ്പോഴും എതിരായിരുന്നു. പക്ഷേ അതേസമയം ദേശീയ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുക, ആ ദേശീയ കാഴ്ചപ്പാടിൽ ഒരിക്കലും നമ്മൾ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു നിലപാട് മാത്രമല്ല നമുക്ക് ഈ ഘട്ടത്തിൽ വേണ്ടത്. BJPയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് RSS എന്ന ഫാസിസ്റ്റ് ശക്തി രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരും. പിന്നീടുള്ള പാർട്ടി കോൺഗ്രസുകളിലേക്ക് എടുത്തിട്ടുള്ള പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ പ്രമേയങ്ങളിൽ സീതാറാം യെച്ചൂരിയുടെ ഈ നിലപാട് വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നറിയാം. അതാണ് ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് 2024 ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ഇന്ത്യ സഖ്യം എന്ന രാജ്യത്തെമ്പാടും ഫാസിസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി എന്ന വളരെ ചരിത്രപരമായ ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വിധം വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്ന് കാണണം. അത് ഇടതുപക്ഷം രാജ്യമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിലോ ഒന്നും തന്നെ അത്ര വലിയൊരു ശക്തിയാണെന്ന് പറയാനേ കഴിയില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് അതിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുമായി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സൗഹൃദത്തിലൂടെ, അദ്ദേഹവുമായി നിരന്തരം സംവദിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പക്വത, രാഹുലിനെ രാഷ്ട്രീയ പക്വതയിലേക്ക് നയിക്കുന്ന കാലത്ത് അദ്ദേഹം സ്വയം ആർജിച്ച പല കാര്യങ്ങളോടൊപ്പം സീതാറാം യെച്ചൂരിയുടെ ഈ ഒരു രാഷ്ട്രീയ കൂട്ട് അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കൊക്കെ അറിയാമായിരുന്നതാണ്, നമ്മുടെ ഡൽഹി മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള, അല്ലെങ്കിൽ സോണിയാഗാന്ധി മുതൽ ഇങ്ങോട്ട് തന്നെ സോണിയാഗാന്ധി ആയാലും പ്രിയങ്ക ആയാലും രാഹുൽ ആയാലും പുലർത്തുന്ന ഒരു സൗഹൃദത്തിന്റെ, അല്ലെങ്കിൽ രാഷ്ട്രീയ സൗഹൃദത്തിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് വളർന്ന് വികസിച്ച പ്രാദേശിക കക്ഷികൾക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരെ ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വലിയ ദൗത്യമായിരിക്കെ തന്നെ എന്താണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ രാഷ്ട്രീയ വശം, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ മുഖം എന്താണെന്ന് കാർക്കശ്യത്തോടെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞ പാർട്ടി CPM തന്നെയാണ്. ആ CPMന്റെ ഒരു പങ്കാളിത്തം ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിൽ വളരെ നിർണായകമായിരുന്നു. CPI ഔദ്യോഗികമായി ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴും ഔദ്യോഗികമായി നിന്നില്ലെങ്കിൽ തന്നെ അതിൻ്റെ രാഷ്ട്രീയ നിലപാടിലെ കാർക്കശ്യം കൊണ്ടുവരാൻ, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം, അത്തരം സന്ദർഭങ്ങളിലൊക്കെ കോൺഗ്രസിന് പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന ഒരു പൊതു കാഴ്ചപ്പാട് വരുമ്പോൾ, അങ്ങനെ അല്ലാതെ അതിനെ ചോദ്യം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യെച്ചൂരി CPMനെ നയിച്ചത്.